സ്ഥലം വരെ പോവാട്ടോ. രാവിലെ വെയിലൊന്നും ഇല്ലല്ലോ, മഴക്കാറുണ്ടായിരുന്നു. അങ്ങനെ പതിയെ സ്കൂട്ടറും എടുത്ത് ഇറങ്ങി. ഇറങ്ങിയപ്പോഴുണ്ട് ദേ കിടക്കുന്നു വെയിൽ. വെയിലെന്ന് പറഞ്ഞാൽ ഇമ്മാതിരി വെയിലുണ്ടോ ദൈവമേ, കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല. ദേഹത്തൊക്കെ വെയിലിൻ്റെ ചൂടടിച്ചിട്ട് പൊള്ളുന്നുണ്ട് കേട്ടോ. ഇന്നലെ വൈകിട്ട് മഴയുണ്ടായിരുന്നു, ഇനി വൈകിട്ട് മഴ പെയ്യേണ്ടതാണ്. എന്നിട്ടാണ് ഈ ചൂടൊന്നും ആലോചിക്കണം കേട്ടോ. ചൂടല്ല, വെയിൽ തീ ഗോളത്തിൽ നമ്മൾ വീണ പോലൊരു അവസ്ഥയായിരുന്നു കേട്ടോ. വന്നത് ദേ ഇവിടെ ഡെക്കാത്തലോണിലാണ് ഒരു ബോട്ടിൽ വാങ്ങാനായിട്ട് വന്നത് കേട്ടോ. വീട്ടിൽ വെറുതെ ഇരിക്കാണ്ട് വെയിലത്തിറങ്ങി ഇങ്ങനെ നടക്കുന്ന മനുഷ്യർ നിങ്ങളല്ലാണ്ട് വേറെ ആരെങ്കിലും കാണുമോ? എന്നാലും കാർ എടുത്തിട്ട് വരണ്ടേ, സ്കൂട്ടറിൽ വൈബ് അടിക്കാൻ വേണ്ടിയിട്ട് വന്നതാട്ടോ. അമ്മേ, വെയിൽ കൊണ്ട് പണ്ടാരടങ്ങിപ്പോയിട്ടോ. അങ്ങനെ ഇവിടെ വന്ന് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം വാങ്ങി. ആവശ്യമുള്ള സാധനങ്ങളെല്ലാം 2 ബോട്ടിൽ വാങ്ങാൻ വന്നതാണ്. ഒരു 2 ലിറ്ററിൻ്റെ ബോട്ടിലും ഒരു 1 ലിറ്ററിൻ്റെ ബോട്ടിലും വാങ്ങാൻ വന്നതാണ്. അത് രണ്ടും വാങ്ങി. പിന്നെ അവിടെ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ ഇങ്ങനെ എടുത്ത് വാരി വലിച്ചിട്ടൊക്കെ നോക്കണമല്ലോ, എന്താണ് ഏതാണ് വില എത്രയാണെന്നൊക്കെ. അങ്ങനെയൊക്കെ നോക്കിയിട്ട് പോവുകയാണ്. അപ്പോൾ ഈ ബോട്ടിലിൻ്റെ ലിങ്ക് ഉണ്ടെങ്കിൽ ഞാൻ ടാഗ് ചെയ്തേക്കാം. നമുക്ക് വെള്ളമൊക്കെ അളന്ന് തൂക്കി കുടിക്കണമെങ്കിൽ ഈ ബോട്ടിൽ ധാരാളമാണ്. അത് അളന്ന് തൂക്കി ഇങ്ങനെ കുടിക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷവും സമാധാനം ഉണ്ടല്ലോ. ആഹാ, ഇന്ന് ഞാൻ ഇത്ര ലിറ്റർ വെള്ളം കുടിച്ചു, ബോഡിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഉള്ളിൽ ചെന്നു എന്നൊക്കെ പറയുമ്പോൾ ഒരു പ്രത്യേക സമാധാനം കേട്ടോ. ഇതും വാങ്ങി നേരെ വീട്ടിൽ ചെന്ന് ഇനി അതിനെ കഴുകി ഇതുപോലെ വെള്ളം നിറച്ച് കുടിക്കുന്നത് വരെ ഒരു ആശ്വാസവും കിട്ടില്ല കേട്ടോ. അതിപ്പോൾ നമ്മൾ ചെറിയൊരു മുട്ടപ്പിന് തന്നെ വാങ്ങിയാലും അങ്ങനെയാണല്ലോ. അത് ഉപയോഗിച്ച് 2 ദിവസം അതിൻ്റെ പുതുമ തീരുന്നത് വരെ അതിനോടൊരു പ്രത്യേകതരം ഇഷ്ടമായിരിക്കും. ഇനി 2 ദിവസം ഞെരിച്ച വെള്ളം കൂടിയായിരിക്കും കേട്ടോ. 2 ദിവസമല്ല, ഞാൻ ശരിക്കും പറഞ്ഞാൽ നിറയെ വെള്ളം കുടിക്കാറുണ്ട്. അപ്പോൾ എനിക്കിങ്ങനെ അളന്ന് തന്നെ കുടിക്കണം. അതുകൊണ്ടാണ് അത്യാവശ്യപ്പെട്ട് ചെന്ന് വാങ്ങിയത്. എൻ്റെ ഓൾറെഡി ഒരു ബോട്ടിലുണ്ടായിരുന്നു. അത് ഇന്നലെ എങ്ങനെയോ നിലത്ത് വീണത് പൊട്ടിപ്പോയി കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് അതിന് പകരം ഓടിച്ചെന്ന് വേറൊരെണ്ണം വാങ്ങിയത്. ഇത് കുഞ്ഞു ബോട്ടിൽ വേദയ്ക്ക് വാങ്ങിയതാണ്. വേദയും വെള്ളം കുടിയൊന്നും കാര്യമായിട്ടില്ല. ഇനി നാളെ മുതൽ ഇതിൽ നിറയെ വെള്ളം എടുത്ത് വെച്ചിട്ട് അവളോട് കുടിക്കാൻ പറയും. കുടിക്കുന്നുണ്ടോ ഇല്ലയെന്ന് അറിയത്തില്ല. 2 ദിവസം എന്തായാലും കുടിയായിരിക്കും കേട്ടോ. ഭയങ്കര കുടിയായിരിക്കും. അതിൻ്റെ ആ പുതുമ നഷ്ടപ്പെടുന്നത് വരെ വലിയ കുടിയായിരിക്കും. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ ശേഷം നേരെ നെട്ടയത്ത് പോയി ഒരു ചുരിദാറിൻ്റെ മെറ്റീരിയൽ സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് സ്റ്റിച്ച് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. നെട്ടയത്തുള്ള വെറൈറ്റി സ്റ്റിച്ചിങ് സെൻറ്ററിലാണ് കൊടുക്കുന്നത്. ഞാൻ എവിടെയൊക്കെ തുണി തയ്ക്കാൻ കൊടുത്താലും ഇവിടെ തുണി തയ്ച്ച് ഇടുന്ന ഒരു ഭംഗി വേറെ എവിടെ കൊടുത്താലും കിട്ടില്ല കേട്ടോ. അങ്ങനെ അവിടെ ചെന്നപ്പോഴേക്കും സ്റ്റിച്ച് ചെയ്ത് വച്ചിട്ടുണ്ടായിരുന്നു. സാധനവും വാങ്ങി നേരെ നെട്ടയത്ത് വീട്ടിൽ പോയി. വീട്ടിൽ ചെന്നപ്പോഴേക്കും അവിടെ ചീമയുണ്ട്, അമ്മയുണ്ട്, അച്ഛനുണ്ട്, എല്ലാവരും ഉണ്ട്. പിന്നെ അവിടെ കുറച്ച് സമയം ഇരുന്ന് കാര്യമൊക്കെ പറഞ്ഞങ്ങനെ ഇരുന്നു. അപ്പോഴേക്കും വേദ ട്യൂഷന് വിട്ടിട്ടാണ് വന്നത്. വേദ ട്യൂഷൻ വിളിക്കാനുള്ള സമയമായി. ഇനി നേരെ പോയി വേദ ട്യൂഷന് വിളിച്ചിട്ട് വീട്ടിൽ പോവുക. ഇത്ര തന്നെയാണ് ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത്. വൈകുന്നേരം ആയപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നല്ല കാര്യമായിട്ടുള്ള മഴയുണ്ട് കേട്ടോ. വെയിൽ എവിടെ നിന്ന് വന്നതാണെന്ന് ഒരു പിടിയുമില്ല.